അങ്ങനെ നമ്മൾ പോയിച്ചയിൽ നീൽകണ്ഠേശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നീൽകണ്ഠേശ്വര നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് പോയിച്ചയിൽ അടിപൊളിയായിട്ട് ദിവാലിൻ്റെ ഒരു പൊയ്ച്ച ടെമ്പിളിനുള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും തുടരുകയാണ്. ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്കും ഇടയിലായിട്ട് നർമ്മദ നദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ ആകർഷണീയമായ ഒരു ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. നീൽകണ്ഠ ധാം എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് ഗാർഡനും ഉണ്ട്, ചുറ്റും നല്ല ഗാർഡൻ ആണ്. എങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ഗാർഡനിലൊക്കെ ഇങ്ങനെ ഓരോരോ വിഗ്രഹങ്ങൾ ചെയ്ത് ഭയങ്കര ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡുകളിലെല്ലാം. നല്ലൊരു നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതെല്ലാം കണ്ട് കേട്ട് പോകാൻ ഭയങ്കര രസമാണ്. പിന്നെ നല്ല വെയിലാണെങ്കിൽ പോലും ഉള്ളിൽ ചൂട് കുറവായിരിക്കും. കാരണം മാർബിളും അതുപോലെ തന്നെ വെള്ളം എപ്പോഴും ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഗാർഡൻ ആണ് അല്ലേ? ചെറിയൊരു ഗാർഡനാണ്. ഇതെല്ലാം നമ്മളെ നടന്നു പോകുന്ന സൈഡിലുള്ള കൊക്കുകളൊക്കെ ഉണ്ടല്ലേ, കൊക്കുകളൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ രാത്രി നല്ല സ്റ്റൈലായിരിക്കും. ഈ ഗാർഡന്റെ അകത്തും ഉണ്ട് ലൈറ്റ്. പിന്നെ ഇതിനകത്ത് നടന്നു പോകുന്ന സൗകര്യമുണ്ട്. പക്ഷെ ഇപ്പൊ ആൾക്കാരെ അതിൻ്റെ അകത്ത് കയറ്റുന്നില്ല. പാത്ത് വേ അതിൻ്റെ അകത്തുണ്ട്. അല്ല അതിൻ്റെ അകത്ത് ഇപ്പം കയറ്റുന്നു. പണ്ടുണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ അകത്തൊന്നും വിടുന്നില്ല. ഗാർഡനായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. രണ്ടായിരത്തി 2013 പണി കഴിപ്പിച്ച ഈ നീൽകണ്ഠ ധാം എന്ന് പറഞ്ഞ പൊയ്ച്ച ടെമ്പിള് ഇപ്പോൾ സൂറത്തിലെ ശ്രീ സ്വാമി നാരായണ ഗുരുകുലമാണ് ഇതിനെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ആരായിരുന്നു ഉള്ളത്? സ്വാമി നാരായൺ ടെമ്പിൾ അല്ലേ പ്രധാനമായിട്ടുള്ള വലിയൊരു വിഗ്രഹമൊക്കെ ഇവിടെ കാണാൻ പറ്റും. സ്വാമി നാരായൺ. നമ്മൾ അങ്ങനെ ഇതാ അടുത്ത ഒരു എൻട്രൻസിലേക്ക്, ടെമ്പിളിന്റെ ഒരു എൻട്രൻസിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്പോട്ടാണ്. ആസ്വദിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം കിടപ്പുണ്ട്. ഇവിടെ നടുക്കാണ് ശിവന്റെ വലിയൊരു വിഗ്രഹം. പിന്നെ എല്ലാരും ഇവിടെ ചെരുപ്പ് അഴിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അമ്പലത്തിന്റെ അങ്ങോട്ട് കയറുമ്പോൾ ചെരുപ്പ് ഇടത്തില്ല എന്ന് തോന്നുന്നു. ഇതിനങ്ങോട്ട് ചെരുപ്പ് ഇട്ടിട്ട് പോകാൻ പറ്റൂല. ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഞാൻ ചെരുപ്പ് ഊരിയിടുവാണ്. ഊരിയിട്ടിട്ട് വേണം. പക്ഷെ ഇനി ഈ ചൂട് നമ്മളെ വലിയ ബാധിക്കൂല. കാരണം അകത്ത് വെള്ളത്തിന്റെ മുഴുവൻ മാർബിളിൽ മുഴുവൻ വെള്ളം ഒഴുകുന്നതുകൊണ്ട് ആ ചൂടിനെ ബാധിക്കുന്നു. ഇതൊരു ഫൗണ്ടെയിൻ ആണ്. പക്ഷെ ഇപ്പൊ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. എനിക്കൊന്ന് രാത്രിക്ക് ലൈറ്റിനോട് കൂടി ചേർന്നിട്ടായിരിക്കും. ഇതിലെ കൂടെ നമുക്ക് നടന്നു പോകാം. എന്നാലും വെള്ളം ഇങ്ങനെ വീഴുമ്പം ചൂടൊന്നും അറിയില്ല. അതുപോലെ നന്ദി ഇതിൻ്റെ വിഗ്രഹത്തിൻ്റെ അതിൻ്റെ അകത്തെല്ലാം വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊരു വെള്ളത്തിൻ്റെ ഒരു തടാകം പോലെ അപ്പുറത്തുണ്ട്. ആ വെള്ളം ഇങ്ങനെ വീണ് ബാലൻസ് ചെയ്യാണ്. ഇവിടുന്ന് വീണ്ടും എടുത്ത് അങ്ങനെ പ്യൂരിഫൈ ചെയ്ത് തിരിച്ചു വരുവാണ്. നല്ല രസമാണ് ഇതിലെ കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടി.
ഇതാണ് നർമ്മദാ നദി. ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഇതെല്ലാം വറ്റി ഉണങ്ങി മൊത്തം ഒരു പ്രത്യേക ഒരു ഇതിൽ കല്ലുകൾ മാത്രം കാണാൻ പറ്റും. പണ്ട് ഞങ്ങൾ ഈ വഴി കൂടെ ബോട്ടിൽ വന്നതാണ്, ഈ കാണുന്ന വഴി കൂടെ ബോട്ടിൽ വന്നു. പക്ഷെ ഇപ്പം മുഴുവൻ പുഴ മുഴുവൻ ഉണങ്ങിയിട്ട് വെള്ളം ഇല്ലാതായിട്ട് നടന്ന ആൾക്കാർ പോകുന്നത്. പണ്ട് ഞങ്ങൾ ബോട്ടിൽ വന്നു ഇവിടെ നിന്ന്. ദിലീപ് ഈ വീഡിയോ കാണുവാണെങ്കിൽ ദിലീപിന് മനസ്സിലാവും നമ്മൾ ബോട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് അതെങ്കിൽ ഇവിടെ നടന്നു വരുന്നത്. അപ്പം സുബ്രും കൂടെ ഉണ്ട്. സുബ്രുവിന് നല്ല ഞാൻ പോയ വഴികളിലൂടെ അന്നൊരു തീർത്ഥാടനം അന്ന് മുഴുവൻ കറങ്ങി നടന്ന വഴി കൂടെ സുബ്രുവിനെ കൊണ്ട് ചേട്ടി വെള്ളം കണ്ടത് മറ്റേ പിള്ളേര് മറ്റേ എന്താ ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ കിടന്നിട്ട് വെള്ളത്തിൽ മുഴുവൻ ചീറ്റി കുളിച്ചത് കാണിച്ചു വെച്ചു. ഞാനൊക്കെ നനയാനൊന്നും പറ്റൂല. അവിടെ നനഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം കിട്ടുന്നു. ഇതാണ് നമ്മൾ നേരത്തെ നടന്നു വന്നപ്പോൾ അതിലൂടെ വെള്ളം വീഴുന്നില്ലായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞ ആ തടാകമാണിത്. ഒരു ചെറിയ ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ പോലെ ഇതിങ്ങനെ ആക്കിയിരിക്കണം. ഈ വെള്ളമാണ് താഴേക്ക് ഒഴുകുന്നത്. അത് മുകളിലും ആകാശം താഴെ അതിന്റെ റിഫ്ലക്ഷൻ. പിന്നെ ടൈല് നീല കളറിലാണ്. അതുകൊണ്ടാണ് നീല കളറിലെ വെള്ളം ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടുത്തെ ശില്പകലയാണ് ഏറ്റവും മനോഹരം. ഓരോ സ്ഥലവും വലിയ വലിയ കൊത്തുപണികളും ഭയങ്കര അട്രാക്റ്റീവാണ്. അതിവിടെ വരുന്നവരെല്ലാം ഇതെല്ലാം കാണാൻ വേണ്ടിയാണ് മെയിൻ ക്ഷേത്രം സന്ദർശിച്ച് അതുപോലെ ഈ കൊത്തുപണി ഇതെല്ലാം കണ്ട് അത് ഒരു കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ ഇവിടെ നോക്കിയാലും പലതരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെയാണ്. എക്സാക്റ്റ് അറിയത്തില്ല. അത് മാത്രമല്ല ഏകദേശം ഈ ക്ഷേത്രം മൊത്തം കാണാൻ വേണ്ടി 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സമയമെടുക്കും. കാരണം അത്ര വലിയ ഏക്കർ കണക്കിനുള്ളതുകൊണ്ട്. അതേപോലെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറെ ബേക്കറി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ എന്താ സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനെ അവർ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിറയെ ഇങ്ങനെ ബേക്കറി ഐറ്റംസ്. ഇത് വാസ്തു വാസ്തു വിദ്യന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ പൊയ്ച്ച നീൽക്കണ്ഠ ഡാമിനെ പറയുന്നത്. വാസ്തുവിദ്യന്റെ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് ഇവിടെ കുറെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് പുറത്ത്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ പ്രത്യേക ഒരു ഫീലിംഗ് ആണ്, ഒരു പ്രാർത്ഥന ഫീലിംഗ് ആണ്. ഇതിന്റെ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ നമ്മള് ആ ടെമ്പിളിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്ന ആ പൂന്തോട്ടം വന്ന വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല വ്യൂ ആണ്, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ടെമ്പിളിന്റെ ഇവിടെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് കാണുന്നില്ല, ചുറ്റും നോക്കി കാണാൻ പറ്റും. കണ്ണത്താ ദൂരത്തോളം ഉണ്ട്, ഏക്കർ കണക്കിനുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ കുറേ സമയം പിടിക്കും എന്നുള്ളതൊരു സത്യാവസ്ഥ തന്നെയാണ്. അഹമ്മദാബാദിൽ നിന്നോ അതേപോലെ വഡോദരയിൽ നിന്നോ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ആനയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. നമ്മൾ തിരിച്ച് വഡോദരയ്ക്ക് തന്നെ പോകുവാണ്. നല്ല വിശപ്പുണ്ട്, വെയിലുണ്ട്, റിട്ടേൺ പോകുവാണ്.